നമസ്കാരം. നായ്ക്കളെ ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല ഈ ഭൂമിയിൽ. എന്നാൽ ചിലർക്കെങ്കിലും നായകളോട് അലർജി ആയിരിക്കും. അതിൻ്റെ രോമമോ മറ്റു അലർജി ഉള്ളവരുണ്ടാവും. അതുകൊണ്ട് തന്നെ നായ്ക്കളോട് ഇഷ്ടമില്ലാത്തവരുണ്ടാവും ലോകത്തിൽ. എന്നാൽ നായ്ക്കൾ കാരണം ഡിവോഴ്സായ ഒരു കഥ കേട്ടിട്ടുണ്ടോ? ഗുജറാത്തിലാണ് സംഭവം. ഗുജറാത്തിലെ ഭാര്യയും ഭർത്താവും അവർ സമൃദ്ധമായി നന്നായി നയിക്കുന്ന ജീവിതം. ഭാര്യയ്ക്കാണെങ്കിൽ നായയോട് ഭയങ്കര ഇഷ്ടം. ബെഡിലും കൂടെ നായയാണ് കിടക്കുന്നത്. ഭർത്താവിനാണെങ്കിലോ നായയെ തീരെ കണ്ടുകൂടാ. ഒരിക്കലെങ്കിലും ഭർത്താവ് ഉറങ്ങാൻ വേണ്ടി സമീപിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? നായ കുരച്ചു കൊണ്ടുവരും, ഭർത്താവിനെ പേടിച്ചോടിപ്പിക്കും. ഭാര്യയാണെങ്കിലോ ഇതിലൊന്നും ഇടപെടുന്നില്ല. ഭാര്യയ്ക്ക് നായ മാത്രം മതി. ഇങ്ങനെ പോകുന്നു കുടുംബകാര്യം, അല്ലെങ്കിൽ നായക്കാര്യം, നായ ജീവിതം എന്ന് പറയും. ഇതിൽ പ്രതിഷേധിച്ച് ഭർത്താവ് കുറേ സഹിച്ചു അവസാനം കോടതിയിൽ ഡിവോഴ്സിന് അനുമതി തേടി. ഈ നായയുടെ ശല്യത്തിന് പുറമെയാണ് ഭാര്യയുടെ മറ്റു ശല്യം. എന്താണെന്ന് വെച്ചാൽ തന്നെ ഉപേക്ഷിച്ച് ഡിവോഴ്സ് ചെയ്താൽ പീഡന കേസിൽ കുടുക്കി തന്നെയും അകത്തിടുമെന്ന് ഭർത്താവിനോട് ഭാര്യ പറഞ്ഞത്രേ. പക്ഷേ നായ കാരണം തനിക്ക് മാനസികവും ശാരീരികവുമായ പീഡനം അനുഭവപ്പെട്ടു എന്നാണ് ഈ ഭർത്താവ് പരാതിയിൽ പറയുന്നത്. അങ്ങനെയാണ് കേസ് കോടതിയിലെത്തുന്നത്. ഭാര്യയാണെങ്കിലോ ഒരു മൃഗക്ഷേമ വകുപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു സംഘടനയിൽ ചേർന്ന് തനിക്കും തൻ്റെ നായ്ക്കുമെതിരെ ഭർത്താവ് ക്രൂരത കാട്ടുന്നു എന്ന് പറഞ്ഞ് പിന്നെ പരാതി നൽകി. അപ്പോൾ ഈ രണ്ട് പരാതികളും കോടതിയിൽ നിലനിൽക്കെ ഇരുപക്ഷത്തിൻ്റെയും ഹർജികൾ കോടതി കേൾക്കുകയും തുടർന്ന് കേസ് ഡിസംബർ 1 മാറ്റുകയും ചെയ്തു. അപ്പോൾ എന്താണല്ലേ ഒരു നായ കാരണം ഒരു ജീവിതം പോകുന്ന അവസ്ഥ? അപ്പോൾ ഏതായാലും കാത്തിരിക്കുക. ഇങ്ങനെ നായകളൊക്കെ ജീവിതം നക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? ഈ സംഭവം ഗുജറാത്തിലാണ്. ഇത് നമ്മുടെ കേരളത്തിലോ മറ്റു സ്ഥലങ്ങളിലോ സംഭവിച്ചിരുന്നെങ്കിലോ നായയുടെ പൊടി പോലും കാണില്ല, അല്ലേ? അപ്പോൾ നോക്കാം എന്തായിരിക്കും ഈ നായ അവസ്ഥ, നായ ജീവിതം ആയി തീരുമെന്നറിയാനായിട്ട്. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.